ഹലോ, നമുക്കുണ്ടല്ലോ പാസ്ത നമുക്ക് കുറച്ചും കൂടിയും വൈറ്റ് സോസിനേക്കാളും വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എനിക്കൊന്നും കൂടി ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഉപ്പും ഓയിലും കൂടിയിട്ട് ഒഴിച്ച് നമ്മുടെ പാസ്ത വേവിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി മാഗ്നേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതവിടെ സവോള കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ചുമ്മാ ഒരു പ്രഹസനം കാണിച്ചതാണ് കേട്ടോ, ചീറ്റിപ്പോയി. അപ്പോൾ അത് അരിഞ്ഞെടുത്തതിന് ശേഷം തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവോള പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ചത് ഒഴിച്ചിട്ട് ഒന്ന് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മുടെ സകല പൊടികളും ഇടുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ആഡാക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മുടെ സോസില്ലേ സോസും കൂടി ഒഴിച്ചിട്ട് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കും. പക്ഷേ ഞാൻ അവിടെ കെച്ചപ്പാണ് കേട്ടോ, ഞാൻ കുപ്പി മാറിയതാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ ഇത് വേണമെന്നില്ല കേട്ടോ, എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഒഴിച്ചതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മുടെ ചീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ചോറിന് വേറെ ഇതാണ് കഴിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണമെന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ.